إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ അതിശക്തമായ രൂപത്തിൽ ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടിലുള്ള മുഴുവൻ ആളുകളും മതഭേദമന്യേ ഏറെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മക്കളെ ഈ ലഹരി പിടികൂടുമോ എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള ഭയം ഓരോ രക്ഷിതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന, അവർ വിശ്വസിക്കുന്ന മതം അതിനനുകൂലമല്ല എന്നുള്ള ഗൗരവമായ ബോധം ഉള്ളത് കാരണം അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വലിയവരും ചെറിയവരും, മതമുള്ളവനും മതമില്ലാത്തവനും ഭേദമില്ലാതെ ലഹരിയുടെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള പദാർത്ഥം ഉപയോഗിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ലഹരി വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആളുകളെ പോലും ലഹരിയുമായി പിടികൂടപ്പെടുന്ന ഏറെ വൈരുദ്ധ്യാത്മകമായ ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി മുക്ത ഒരു തലമുറയ്ക്ക് വേണ്ടി അങ്ങാടികളിലൂടെ മുറവിളി കൂട്ടുന്ന, അതിൻ്റെ ലഹരി വിരുദ്ധ ജാഥയിൽ മുന്നിൽ നിൽക്കുന്ന, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ
നിലകൊള്ളുന്ന ആളുകളെ പോലും ഒരുപക്ഷെ പിടികൂടപ്പെടുന്നത് ലഹരിയുടെ വക്താക്കളായ നിലക്കോ ലഹരിയുടെ കച്ചവടക്കാരായ നിലക്കോ ആണ്. അത്രത്തോളം അത് വ്യാപിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ലഹരി ലഭിക്കപ്പെടുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത്. ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന ആളുകൾ പോലും, എന്ന് വെച്ചാൽ നിയമ സംവിധാനങ്ങൾ പോലും അത്തരം ലഹരി പിടിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമൂഹത്തിൽ വ്യാപിക്കുന്നതിൽ വലിയ ആശങ്കയൊന്നുമില്ലാതെ അതിന് പല രൂപത്തിലും ഒതുക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് അതിശക്തമായ രൂപത്തിൽ ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുക, അതിനു വേണ്ട സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് ലഹരി മുക്ത പ്രദേശങ്ങൾക്ക് വേണ്ടി അങ്ങാടികളിലൂടെ പ്ലക്കാർഡുകളുമായി കൊണ്ട് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളുമായി കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതിവിടെയാണ് ഇസ്ലാം എന്താണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമൂഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ തിന്മകളുടെയും മകുടോദാഹരണങ്ങളായിരുന്നു അവർ എന്നാണ്. എല്ലാ തിന്മകളും അവരിൽ ഉണ്ടായിരുന്നു. വ്യഭിചാരം അവരിൽ സാർവത്രികമായിരുന്നു. ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് അത് വേരൂന്നിയ ഒരു സമൂഹമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ. അതുപോലെ തന്നെ ലഹരി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നമ്മളൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ലഹരി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു എന്നാണ്. മരിക്കുമ്പോൾ സാധാരണ മരണാസന്നരായ ആളുകളൊക്കെ വസിയത്ത് ചെയ്യാറുണ്ട്, അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ഇവർ വസിയത്ത് ചെയ്തിരുന്നത് ഞാൻ മരിച്ചാല് എന്നെ മുന്തിരിവള്ളിയുടെ കീഴെ മറമാടണമെന്നാണ്. കാരണം ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ ലഭിക്കുന്ന ആ മധുരമായ ലഹരി എനിക്ക് മരിച്ചു കഴിഞ്ഞാലും നുകരാമല്ലോ എന്ന് ആശിച്ചിരുന്ന ആളുകൾ ആ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു എന്ന. അത്രത്തോളം ലഹരിക്കടിമപ്പെട്ട ഒരു ജനത, ആ ജനതയെയാണ് 23 വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹമാക്കി വളർത്തിക്കൊണ്ടുവന്നത് എന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായിക്കൊണ്ട് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും എന്നാൽ അതിന്റെ വ്യാപനം അതിശക്തമായ രൂപത്തിൽ ഓരോ വീടുകളുടെയും അകത്തളങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇന്ന് ലഹരി കിട്ടാത്ത പ്രദേശങ്ങളില്ല. പഴയ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു മദ്യഷാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നല്ല. ഇന്ന് പല രൂപത്തിൽ, പല ഇനങ്ങളിൽ, പല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളായിക്കൊണ്ടാണ് ലഹരി ഇന്ന് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം വളരെ ശക്തമായ നിലക്ക് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവർ കുടിക്കുക തന്നെ ചെയ്യും അൽ ഖംറ, മദ്യത്തെ, ലഹരിയെ അവർക്ക് ഉപയോഗിക്കുക തന്നെ ചെയ്യും. യസ്മുനഹാ ബിഗൈരി ഇസ്മിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് അതിന് പേര് വെക്കും, ലഹരിയുടേതല്ലാത്ത പേരും വെക്കും. എന്തെങ്കിലുമൊക്കെ പേരുണ്ടാവും, ചിലപ്പോൾ സ്റ്റാമ്പ് ആയിരിക്കും, ചിലപ്പോൾ MDMA ആയിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും. പേര് കള്ളിന്റെ പേരൊന്നും ആവൂല. ആ പേരിലല്ലാത്ത രൂപത്തിൽ എന്റെ സമുദായത്തിലുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഒരു പ്രദേശം എടുത്തു നോക്കിയാൽ ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വരെ പ്രിയമുള്ളവരെ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, അല്ലേ? അതൊന്നൊരു ഗൗരവമായിട്ടല്ല ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വീടി കത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് അതിങ്ങനെ വലിച്ചൂതുന്ന ആളുകളുണ്ട് അല്ലേ? ഓനായിരിക്കും പള്ളിയുടെ കാര്യപ്പെട്ട ആള്. അല്ലെങ്കിൽ പല രൂപത്തിൽ ചുണ്ടിനെ താഴെ വെക്കുന്നത്, അല്ലെങ്കിൽ കുത്തിവെക്കുന്നത്, അതിങ്ങനെ അതിന്റെ ലഹരിയുടെ ആധിക്യം അനുസരിച്ച് പല രൂപത്തിലാണ് ഇതിന്റെ ഉപയോഗക്രമം. ചില ആളുകൾ ഇങ്ങനെ വലിക്കാൻ, ചില ആളുകൾ പല പൊടികളായി കൊണ്ട് വലിച്ചെടുക്കാൻ. അവരൊന്നും ചെയ്യുന്നത് കുഴപ്പമാണ്, അത് MDMA, അത് ലഹരിയാണ്. വലിക്കണമെന്ന് അഭിപ്രായം പറയാം, വലിക്കണമെന്ന് അഭിപ്രായം പറയാണ്. ഒലക്ക ലഹരി ഉപയോഗിക്കുക, അതൊക്കെ MDMA ആണ്, കഞ്ചാവാണ്. അപ്പൊ വലിക്കണോനോ വലിക്കണോന്റെ അവസ്ഥ എന്താണ്? അത് ഹറാം എന്നല്ലേ? ഓനാണ് ദീൻ അഭിപ്രായം പറയുന്നത്. അത്രത്തോളം പ്രിയമുള്ളവരെ, ലഹരി മുസ്ലിം സമുദായത്തിലേക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലേക്ക് അതിശക്തമായ രൂപത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ലഹരിയുടെ ഒരു മേഖലയിലും ഒരു മുസ്ലിമിനെ കാണാൻ പാടില്ല എന്നതാണ്. ലഹരിയുടെ ഒരു മേഖലയിലും ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. കാരണം അവൻ റബ്ബിന്റെ ശാപത്തിന് അർഹരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ശരിബൽ ഖംറ വസുകിറ ലം തുഖബൽ ലഹു സ്വലാത്തൻ 40 സുബാഹ. ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. അത് ഏത് ലഹരിയായാലും ശരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ചോദിച്ചു, നബിയേ, ഈ ലഹരി മദ്യം ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, മദ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നഹാ ലൈസ ബിദവാ, അതൊരു മരുന്നല്ല, അതൊരു ഔഷധമല്ല, ലിഅന്നഹാ ദാഉൻ, അത് രോഗമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളും അവരും പറഞ്ഞിരുന്നു, ഈ ലഹരി അത് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഉപകാരം അതിലുണ്ടല്ലോ, കുറച്ചൊക്കെ ഉപകാരം ലഹരിയിലുണ്ടല്ലോ എന്ന് മക്കയിലുള്ള ആളുകളും പറഞ്ഞിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, നബിയെ താങ്കളോട് അവർ ചോദിക്കുകയാണ്, അനിൽ ഖംറി വൽ മൈസിർ, മദ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചൂതാട്ടത്തെക്കുറിച്ചും നിന്നോട് അവർ ചോദിക്കുന്നു. ഖുൽ, അവർക്ക് പറഞ്ഞു കൊടുക്ക് നബിയേ, ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്, ഈ രണ്ടിലും അഥവാ മദ്യത്തിലും ചൂതാട്ടത്തിലും അതിൽ ഉപകാരമുണ്ട്, അതുപോലെ തന്നെ ധാരാളം പാപവുമുണ്ട്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, പാപത്തിന്റെ അംശമാണ് പ്രയോജനത്തെക്കാൾ കൂടുതൽ. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇപ്പൊ എന്ത് അത് മരുന്നാണ് പറഞ്ഞാലും അങ്ങനെയുണ്ട് ചില ആൾക്കാർ, അത് ഇങ്ങോട്ട് വലിച്ചാലുള്ളൂ, ഒന്ന് ഭക്ഷണം കഴിച്ചു ഒന്നിട്ട് വലിച്ചാലുള്ളൂ എനിക്കൊരു ഉന്മേഷം അല്ലേ? അതിനാണ് ഈ ലഹരിക്കൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറെ ഉപകാരം പറയും. അതിലോണ്ട് ഇതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചു ആ ഉപകാരത്തെക്കാൾ കൂടുതൽ അത് പാപത്തിന്റെ അംശമാണ് കൂടുതൽ, അതുകൊണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാ പ്രിയമുള്ളവര്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണല്ലോ പ്രവാചകനായി വരുന്നത്. എല്ലാ തിന്മയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സമുദായമാണ് ജാഹിലിയത്തിലെ സമുദായം. ആ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വരുന്നത്. മദ്യത്തിൽ ഇങ്ങനെ കിടന്ന് കുളിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവര്. ഒരിക്കലും മദ്യത്തിന്റെ ഒരു വർജനം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത, ഒരു സമുദ്ധാരണമോ കാണാൻ കഴിയാത്ത ഒരു സമൂഹമായിരുന്നു അവര്. അത്രത്തോളം അധപ്പതിച്ച ഒരു ജനതയായിരുന്നു. അവരിലേക്ക് ആ പ്രവാചകനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് മദ്യങ്ങൾ ഉപയോഗിക്കരുത് എന്നല്ല ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത്? അത് വലിക്കുന്നതായാലും കുടിക്കുന്നതായാലും കുത്തിവെക്കുന്നതായാലും എന്തേ അവരിൽ അത് ഒഴിവാക്കാൻ കഴിയാത്തത്? വിശുദ്ധ ഖുർആനിൽ ആയത്തില്ലേ നിങ്ങൾ അത് ഒഴിവാക്കണമെന്നുള്ളത്? എന്താ കഴിയാത്തത്? അതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ? അതിനൊരു കാരണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആ സമൂഹത്തെ മാറ്റിയെടുത്ത് എങ്ങനെ അറിയോ? ഏകനായ ഒരു പടച്ചോനെ, ആ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. മനസ്സിലാണ്ടോ? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വഹയി ലഭിക്കപ്പെട്ട് കണ്ടാണ് ഞാൻ നിങ്ങളോട് ദീന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിസാലത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. മൂന്നാമത് ഈ ജീവിതത്തോടുകൂടി ഇഹലോക ജീവിതത്തോടുകൂടി ജീവിതം അവസാനിക്കണില്ല, ഒരു പരലോകം വരാനുണ്ട്.
ഈ 3 ആശയം അവരുടെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കി കൊടുത്തു. ആ ആശയം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ ആശയം അവരുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു. അവർക്ക് പടച്ചോന്റെ മുന്നിൽ നിൽക്കണമെന്നുള്ള പേടിയുണ്ടായി. അവരൊരു തിന്മയിലേക്ക് പോകുമ്പോൾ അവർ ഭയന്നു. അല്ലാതെ നിയമങ്ങൾ ഉണ്ടായിട്ടില്ല, നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ, അതുകൊണ്ടാണ് തിന്മ ചെയ്ത ആളുകൾ ഒരു സൈന്യത്തെ അയച്ച്, ഒരു പോലീസുകാരെ അയച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്തവനെ പിടിച്ചുകൊണ്ടുവന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തെറ്റ് സംഭവിച്ച ആളുകൾ കടന്നു വരാൻ, എന്നിട്ട് പറയാൻ, നബിയെ എന്നെ ശിക്ഷിക്കണം, ഞാൻ വ്യഭിചരിച്ചു, എന്നെ ശിക്ഷിക്കണം, എന്നിൽ തെറ്റ് വന്നു പോയിട്ടുണ്ട്. കണ്ടോ ആ പേടി എന്താ അവർക്കുണ്ടായത്? നാളെ പരലോകത്ത് പടച്ചവന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ള പേടിയായിരിക്കും. ആ പേടി നമ്മുടെ സമുദായത്തിനില്ല. പേര് മുസ്ലിം പേരാണ്. അതുകൊണ്ട് അവൻ ഇതൊന്നും ഒഴിവാക്കാത്തത്. ലഹരി മാത്രല്ല, ഒരു തിന്മ ഒഴിവാക്കാത്തത്. അങ്ങനെ ഈ ആശയം അവരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെന്നു. ഈമാൻ അതവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി. ഈമാനിന്റെ ശക്തരായ ആളുകളായി അവർ മാറി. അള്ളാഹു അവരോട് ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് ഈ മദ്യത്തിൽ നിന്ന് വിരമിക്കാറായില്ലേ? കണ്ടോ, മദ്യത്തിൽ നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ? ഈ ആയത്തന്നെ ഇറങ്ങിയപ്പോ അവർ വീപ്പകളിൽ, വലിയ വലിയ വീപ്പകളിൽ മദ്യം അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് മുഴുവൻ അവർ തട്ടിമാറ്റി, എല്ലാം തട്ടിക്കളഞ്ഞു. അങ്ങനെ മദീന തെരുവിലൂടെ ഒരു മദ്യത്തിന്റെ പുഴയൊഴുകുമാർ അത്രത്തോളം ഈ മദ്യം അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെ ഈ സമുദായം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ മദ്യത്തിലാണ് കിടന്ന്, മദ്യത്തിൽ കുളിച്ച്, മദ്യം കുടിച്ചാണ് ജീവിച്ച ജനത. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നബിയെ, മദ്യം ഹറാമാക്കിയപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പകൾ തട്ടിമാറ്റി. അങ്ങനെ ആ മദ്യം ഒഴുകിയ സ്ഥലങ്ങളിലൂടെ പുല്ലുകൾ കിളിർത്തു വന്നു. ആ പുല്ല് കഴിച്ച് വളർന്ന ഒട്ടകത്തിന്റെ മാംസം നബിയെ ഞങ്ങൾക്ക് കഴിക്കാമോ എന്ന് ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. അത്രയും സൂക്ഷ്മത അവർക്കുണ്ടായി. നമ്മളെ കൗമിന്റെ അവസ്ഥ എന്താപ്പോ? അല്ലേ, പള്ളിയിലെ ഇറങ്ങും, പിന്നെ ആദ്യം വെക്കും ചുണ്ടിന്റെ ഇടയിൽ. പള്ളിക്ക് കയറി വരുമ്പോ ചുണ്ടിന്റെ ഇടയിൽ നിന്ന് അത് വിരലേറ്റ് ഇങ്ങനെ വലിച്ചിടും. അല്ലെ ആദ്യം കത്തിക്കും ചോറുന്നാത്. ഓനാണ് ഈ പറയണ ദീനിന്റെ ആളായി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇസ്ലാം പ്രിയമുള്ളവരെ പഠിപ്പിച്ചത് ലഹരിയുമായി ഒരു ബന്ധവും പാടില്ല. ലഹരിയുമായി ഒരു ബന്ധവും പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവനായി കൊണ്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഫഇൻ താബ, അവൻ തൗബ ചെയ്ത് മടങ്ങിയാലോ, മരണത്തിന്റെ മുമ്പ് അവൻ തൗബ ചെയ്ത് മടങ്ങിയാലോ, താബല്ലാഹു അലൈഹി, അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. വഇൻ ആദ, വീണ്ടും അവൻ ലഹരി ഉപയോഗിക്കുന്നവനായി, ഫശരിബ വസകിറ, അങ്ങനെ അവൻ മദ്യം നുണഞ്ഞു, ലഹരി നുണഞ്ഞു, അവൻ ബോധമില്ലാത്ത, അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടവനായി, ലം തുഖ്ബൽ ലഹു സലാത്തൻ 40 സബാഹ, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കില്ല. വീണ്ടും പറയാണ്, വഇൻ താബ, അവൻ തൗബ ചെയ്താൽ, താബല്ലാഹു അലൈഹി, അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. കണ്ടോ, എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഫഇൻ മാത, അങ്ങനെ തൗബ ഒന്നും ചെയ്യാതെ തൗബ ചെയ്യണമെന്ന. ഈ ലഹരി ഉപയോഗിച്ചവനെ അവൻ തൗബ ചെയ്യണം, വെറുതെ പുറത്തു കൊടുക്കൂല. അവൻ തൗബ ചെയ്യണം. പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ വലിക്കുന്നവനായി, നുണയുന്നവനായി, കുത്തിവെക്കുന്നവനായി, അല്ലാഹുവേ ഇനി ഒരിക്കലും ഞാൻ തിരിച്ച് ആ ലഹരിയിലേക്കില്ല എന്ന് തീരുമാനമെടുത്ത് പടച്ചോനോട് തൗബ ചെയ്യണം. എങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കൂ. കണ്ടോ, ഇല്ലെങ്കിലോ ദഖലന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കും. അങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാന ഹക്കൻ അലല്ലാഹ് അൻ യസ്ഖിയഹു മിൻ റിദഅത്തിൽ ഖബാൽ, ആ നരകത്തിൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ് അവനെ റിദഅത്തുൽ ഖബാൽ കുടിപ്പിക്കുക എന്നുള്ളത്. റിദഅത്തുൽ ഖബാൽ വേറെ റിപ്പോർട്ടിൽ കാണാം തീനത്തുൽ ഖബാൽ. ഈ ലഹരി ഉപയോഗിക്കുന്നവനായി കൊണ്ട് മരിച്ചൊരു മനുഷ്യനെ
അവനെ റിദത്തുൽ ഹബാൽ കുടിപ്പിക്കൽ അള്ളാന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് അവരത് കുടിപ്പിക്കുക. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നല്ല എന്നത്. ഓരത് കുടിപ്പിക്കുന്ന അത് അള്ളാഹിന്റെ ബാധ്യതയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഈ റിദത്തുൽ ഹബാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഉസാറത്തു അഹ്ലുന്നാർ വഗർഖു അഹ്ലുന്നാർ. നരകാവകാശികളുടെ ശരീരം അങ്ങനെ ഉരുകി ഒലിക്കുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഉരുകി ഒലിക്കുന്ന ആ പാനീയം, അവന്റെ ഗുഹ്യാവയവങ്ങളിലൂടെയും ശരീരങ്ങളിലൂടെയൊക്കെ ഉരുകി ഒലിക്കുന്ന ആ പാനീയം, അതാണ് അവർ കുടിക്കാൻ കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഇതവൻ കുടിക്കുന്ന നരകത്തിന്റെ ചൂട് നിമിത്തം ഇതവൻ കുടിക്കും. പക്ഷേ അവന്റെ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കാൻ കഴിയില്ല, മുഖത്ത് കരിഞ്ഞു പോകുന്നു. അത്രയും ഭീകരമായ പാനീയാണ് ഈ വലിക്കണോനും കുടിക്കണോനും കുത്തിവെക്കണോനൊക്കെ ഉണ്ടല്ലോ ലഹരി, അവന് പരലോകത്ത് അനുഭവിക്കേണ്ടി വരിക. ഈ പേടി സഹാബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മാറിയത്. ഇങ്ങനെ ഒരു നരകം നാളെ പരലോകത്ത് വരാണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലഹരിയുമായി ഒരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു ഉത്തമ സമുദായത്തിന്റെ ആളായി എന്നാൽ നബിദിനത്തിന് കൊടി കുടിക്കാൻ പല കമ്പിലും ഉണ്ടാവും. പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിച്ച ഈ ലഹരിയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് അതൊന്നും അധ്യാപനമൊന്നും സ്വീകരിക്കൂല. ഓ റബീഉൽ അവ്വൽ 12 കൊടി കുടിച്ച് 4 തക്ബീർ വിളിച്ച ഓ പ്രവാചക സ്നേഹിയെ. ഇത് നമ്മുടെ നാട്ടിലെ പ്രശ്നം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജീവിതത്തിൽ പകർത്തണ്ടേ? അതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു നിലക്കും ലഹരിയുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. ഒരു നിലക്കും. എത്രത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ അഥവാ ലഹരിയെ ശപിച്ചിട്ടുണ്ട്. ലഹരി അതേത് ലഹരിയാണെങ്കിലും ശരി. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അതിനൊക്കെ മസല ചോദിക്കും, അല്ല അന്നത്തെ ലഹരി അല്ല ഇന്നത്തെ ലഹരി. കൊല്ലു മുസ്കിരിൻ ഹറാം ഇസ്ലാം പഠിപ്പിച്ചത്. എല്ലാ ലഹരി ഉണ്ടാക്കണോ ഹറാമാണ്. കേട്ടോ, എല്ലാ ലഹരി ഉണ്ടാക്കണോ ഹറാമാണ്. നമുക്ക് പടച്ചോ എന്ന വലിയ അനുഗ്രഹം നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയാണ് ഇത് കൂടുന്നത്. അതുകൊണ്ട് ഹംറ് എന്ന പേര് വന്നത്. ഹംറ് ബുദ്ധിയെ മൂടുന്നത്. പെണ്ണുങ്ങളുടെ ശിരോസ്ത്രത്തിന് എന്താ പറയാ? ഹിമാർ എന്നാ പറയാ അല്ലേ? ബുദ്ധിയെ മൂടുന്നത്. ഇതങ്ങോട്ട് കുടിച്ചാൽ തന്നെ അടിച്ചാലോ എന്തായി? ഒരു ഹാലായി. അങ്ങനെ വാപ്പാന്റെ തലക്കടിക്കണത്, അങ്ങനെ ഉമ്മാനെ കുത്തിക്കൊല്ലണത്. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്ക്. ആ കുറ്റകൃത്യങ്ങളുടെ എല്ലാം പിറകിൽ പ്രിയമുള്ളവരെ ലഹരിയുണ്ട് എന്നതാണ്. ലഹരിയുണ്ട്. നിങ്ങൾ ഏത് കുറ്റകൃത്യം എടുത്തു നോക്കി, അതിന്റെയൊക്കെ പിറകിൽ ലഹരിയുണ്ട്. അതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മയുടെയും മാതാവാണ് ലഹരി. എല്ലാ തിന്മയുടെയും മാതാവാണ് ലഹരി. അങ്ങാടിയിൽ അടിണ്ടാക്കണവരെ നോക്ക്, അങ്ങാടിയിൽ അടിണ്ടാക്കണവരെ നോക്കുങ്ങള് അല്ലെ. എന്തെങ്കിലും നിസാര പ്രശ്നമാവും, ഒന്ന് വണ്ടി സൈഡ് കൊടുത്തില്ല, പ്രശ്നമായി, അടിയായി, കൊലപാതകമായി. എന്തേ ഇതടിക്കാണ്. ഈ സാധനം അടിച്ചിട്ട് ഓനക്കൊരു ലക്കുമില്ല, ഗാനമില്ല, ബുദ്ധിയില്ല, ചിന്താശേഷിയില്ല. ഇതല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ചു ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു ലഹരിയെ, മദ്യത്തെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വശാരിബഹ, അത് കുടിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വസാഖിഹ, അത് കുടിപ്പിക്കുന്നവനെയും. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് കുടിപ്പിക്കും. എങ്ങനെ? അവനും കുടിക്കൂല, ഓൻ കുപ്പിയൊക്കെ കൊടുന്നു കൊടുക്കും, അല്ലെങ്കിൽ പൊടി കൊടുന്നു കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ സാധനം കൊടുന്നു കൊടുക്കും അല്ലേ? എന്നിട്ട് മറ്റവനെ കുടിപ്പിക്കും. എവിടെങ്കിലൊക്കെ അതിന് ടൂറ് പോണ ആൾക്കാർ, അല്ലെങ്കിൽ അവനാന്റെ കാര്യം സാധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുണ്ട്. ഇതൊക്കെ മുസ്ലിം സമൂഹത്തിലുണ്ട്. എല്ലാ ചണ്ടി ചവറിലുണ്ട്. ഇതില് പേര് മുസ്ലിം എന്നുള്ളൂ. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, എന്റെ സമുദായം ഒഴുകുന്ന ചണ്ടി ചവറുകളെ പോലെ കുന്നാൻ. പ്രവാചകൻ പഠിപ്പിക്കാൻ പേരിന് നല്ല ബഷീറും, പേരിന് നല്ല മുഹമ്മദും, പേരിന് നല്ല മുസ്ലിം പേരൊക്കെ ആയിരിക്കും. പക്ഷേ ഒഴുകുന്ന ചണ്ടി ചവറുകളായിരിക്കും എന്റെ സമുദായം. പ്രവാചകൻ പഠിപ്പിക്കുക, ശത്രുക്കൾ അവരിലേക്ക് കൈകൾ നീട്ടും. ഏതുപോലെ? വിശന്നു വലഞ്ഞവർ ഭക്ഷണത്തലികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ.
എന്റെ സമുദായത്തിലേക്ക് ശത്രുക്കളൊക്കെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കും. എന്തേ കാരണം? ഇസ്ലാം പറയാണ്, സഹാബത്ത് നബിയെ, നമ്മുടെ സമുദായം കുറഞ്ഞത് കൊണ്ടാണോ, മുസ്ലിങ്ങൾ കുറവായത് കൊണ്ടാണോ? ഇസ്ലാം പറയാ, അല്ല, കുറവൊന്നായതുകൊണ്ടല്ല, അവര് ധാരാളം ഉണ്ടാവും, പക്ഷേ അവർ നമ്മൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ മഴയത്ത് ഒലിച്ചു പോകുമ്പോ ആ നാട്ടിൽ ചണ്ടി ചവറൊക്കെ ഉണ്ടാവുകയില്ലേ, ഇതുപോലെ ആയിരിക്കും എന്റെ സമുദായം. വിശ്വാസം പഠിപ്പിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, ആ നിലക്കാണ് ലഹരിയുമായി കൊണ്ട് ഓരോ പേരിനും മൂലൊക്കെ ഉണ്ടാകും. ഓരോരുത്തരും അവന്റെ പേര് നല്ല മുസ്ലിം പേരായിരിക്കും, മറ്റൊരടിക്കണില്ല എന്നല്ല. ഈ ഖുർആനും സുന്നത്ത് ഈ സമുദായത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു പഠിപ്പിച്ച അധ്യാപനം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മദ്യത്തെ ശപിച്ചിട്ടുണ്ട്, അത് കുടിക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്, അത് കുടിപ്പിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അതിനെ വിൽക്കുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. പീഡിയയിലുണ്ടാകും സീസറും ഫിൽറ്ററൊക്കെ വെക്കണോനി, ഓനി അള്ളാഹിന്റെ ശാപത്തിന് അർഹനാണ്. ഓൻ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ആ കൂട്ടൊക്കെ തുറക്കുക അല്ലേ? രാവിലെ വന്നിട്ടേ കട തുറക്കുക, അങ്ങനെ ഷട്ടറൊക്കെ ബിസ്മില്ല ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഷട്ടറൊക്കെ തുറക്കണം. തുറന്നാലോ ആദ്യം വെക്കണ ഈ സാധന, ഓ അള്ളാഹിന്റെ ശാപത്തിന് അർഹനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, അത് വാങ്ങുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അത് നിർമ്മിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്, അതിനെ ബോട്ടിലാക്കുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. പാക്കറ്റിലാക്കണോനി ബോട്ടിലാക്കണോനി ഓനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതിന്റെ കരിയറായി പോകുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വൽ മഹമൂലത്തു ഇലൈഹി, ആരിലേക്കാണോ ഈ ലഹരി വഹിച്ചു കൊണ്ടുപോകുന്നത് അവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് വിറ്റ് കിട്ടുന്ന പൈസ തിന്നണോനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിൽ എവിടെയാണ് ഒരു മുസ്ലിമിന് ബന്ധപ്പെടാൻ കഴിയുക? നിങ്ങൾ ആലോചിച്ചു. ലഹരിയുമായിലെ തുടക്കം മുതൽ അവസാനം വരെ അതുമായി ബന്ധപ്പെടുന്നവരൊക്കെ ശാപത്തിന് അർഹരാണ്. ഇനി എവിടെയാണ് സുഹൃത്തുക്കളെ ഇവിടെ മുസ്ലിമിന് ഇതിനോട് സഹകരിക്കാൻ പറ്റിയ ഏത് മേഖലയുള്ളത്? അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി സ്വീകരിച്ച, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഇതിന്റെ ഒരു മേഖലയിലും കാണാൻ പാടില്ല. അതാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല, പേരുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടൊന്നും വലിയ കാര്യമില്ല. അതിന്റെ ഒരു നില കച്ചവടം നടത്തരുത്. പടച്ചോനെ പേടിച്ചിട്ടാണ് മാറി നിൽക്കേണ്ടത്, അല്ലാതെ മറ്റുള്ള നിയമപാലകരെ പേടിച്ചിട്ടല്ല. അതിന് കുറെ ഡാൻസ് ആടിയിട്ടും പാട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ അടിവേര് മുതൽ അവസാനം വരെ ഇല്ലായ്മ ചെയ്യാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. നമ്മൾ അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗമാണ്. ഇനി ഇതൊന്നുമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇതൊന്നുമില്ല. ഇതിന്റെ പരസ്യം നടത്തും നമ്മൾ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ TV, സിനിമ, സീരിയൽ, ഇതിലുണ്ട് ഇതിന്റെ പരസ്യം. ഈ സിനിമ സ്റ്റാറുകളും സ്പോർട്സ് സ്റ്റാറുകളും എല്ലാവരും കളിക്കാരായിരിക്കും, എല്ലാവരും സിനിമാക്കാരായിരിക്കും. ഇതിലുണ്ട് ഈ നായകന്മാർ ഇത് കുടിക്കണതും ഇത് വലിക്കണതും ഇതൊക്കെ അവനാന്റെ മക്കളും കുട്ടികളും പെരടെ ഉള്ളിലിരുന്ന് കാണാണ്. അപ്പൊ നമ്മളിതിന്റെ പരസ്യക്കാരായി, നമ്മളിതിന്റെ പരസ്യക്കാരാണ്. അവനാന്റെ കുട്ടികളിഞ്ഞി MDMA കഞ്ചാവ് അടിച്ചേർന്നാല് തിരുത്തൽ എന്ത് അർഹത ഉണ്ട് കൂട്ടരെ? നമുക്ക് എന്താ അർഹതയുള്ളത്? ഒരു അർഹതയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ജനിച്ചതിന് ശേഷം 4 വരെ മദ്രസ പോയി എന്നല്ലാതെ പിന്നെ ഒരു ഹർഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവൂല. നമ്മളായിരിക്കും ഭയങ്കര ദീനിന്റെ ആള് അല്ലേ? നമ്മളൊക്കെ ഒരു പീഡിയക്കോലായ്മ ഇരുന്നിട്ടാണ് ദീന് പറയാൻ തുടങ്ങിയാലോ ഒരു മനുഷ്യ അടുത്തു കൂടെ വരില്ല. അമ്മാര് ദീന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ദീനുണ്ടാവൂല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതൊക്കെ മാറണം. ജീവിതം ഇതോടുകൂടി അവസാനിക്കണില്ല. ജീവിതത്തിന്റെ ഒരു 2ാം ഘട്ടമാണ്. ഇനി ഒരു 3ാം ഘട്ടം വരാണ്ട്, ഒരു 4ാം ഘട്ടം വരാണ്ട്. ഇനിയും 2 ഘട്ടങ്ങൾ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ആ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരലോക വിജയത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ
നബിയ്യന മുഹമ്മദിൽ അമീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ മാ ബഅദ്. സത്യവിശ്വാസി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ലഹരി, മദ്യം, അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അത് പറയാൻ കാരണമുണ്ട്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുക്കുക. ഒരു പെണ്ണ്, ഒരു ആബിദായ എന്ന് വെച്ചാൽ അള്ളാഹെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന, തിന്മയിലേക്കൊന്നും പോകാത്ത ഒരു മനുഷ്യണ്ടായിരുന്നു. ആ വ്യക്തി ഒരു പെണ്ണിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ വ്യക്തിയെ ഒരു കളവ് പറഞ്ഞ്, ഒരു ഷഹാദത്ത് നിൽക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഒരു സാക്ഷി നിൽക്കാനാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിൻ്റെ അകത്തെത്തിയപ്പോൾ അവൾ 3 കാര്യത്തിന് വേണ്ടി ആ സ്വാലിഹായ മനുഷ്യനെ നിർബന്ധിച്ചു. അതിലൊന്ന്, ഇമ്മ അൻ തസ്നിയ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം, വ്യഭിചരിക്കാൻ അവൻ തയ്യാറാകും, എന്നാലും ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇമ്മ അൻ തശ്റബൽ ഖംർ, നീ മദ്യം നുണയണം, അല്ലെങ്കിൽ നീ മദ്യം കഴിക്കണം. 3-മത്, ആ സ്ത്രീ വെച്ച മാനദണ്ഡം, അല്ലെങ്കിൽ എൻ്റെ ഈ അടിമയെ നീ കൊല്ലണം. ഈ 3-ലൊന്ന് ചെയ്തല്ലാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഒരു സ്വാലിഹായ മനുഷ്യൻ നിർബന്ധിക്കണം. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ കഥ. അങ്ങനെ ഈ വ്യക്തി, ഈ സ്വാലിഹായ മനുഷ്യൻ, അതിൽ ഏറ്റവും ചെറിയ തിന്മ തെരഞ്ഞെടുക്കുക, അതാണ് ലഹരി ഉപയോഗിക്കുക. കാരണം ഒരാളെ കൊല്ലുകയെന്നാൽ വലിയ തെറ്റാണ്. അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അയാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നെ അതിൽ ഏറ്റവും ചെറിയൊരു തെറ്റ് അദ്ദേഹം കണ്ടത് ലഹരി നുണയല. അങ്ങനെ അദ്ദേഹം ലഹരി നുണഞ്ഞു. അത് 1, 2, 3 അദ്ദേഹം ലഹരിക്കണ്ട് അടിമപ്പെട്ടു. ധാരാളം മദ്യം കഴിച്ചു. പിന്നീട് ആ സ്ത്രീ പറഞ്ഞ ഏറ്റവും ഗൗരവമായ 2 തിന്മകൾ ആ വ്യക്തി ചെയ്യാൻ, ആ ഭൃത്യനെ അയാൾ കൊന്നുകളഞ്ഞു, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഏറ്റവും ചെറിയ തിന്മെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മദ്യം നുണഞ്ഞത്. എന്നിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ഈ ലഹരി, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. കണ്ടോ, ഏറ്റവും ചെറുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വലിയ തുടങ്ങുക. നമ്മൾ ആദ്യം തുടങ്ങുന്നത് വലിയാണ്, അല്ലേ? അങ്ങനെ വലിച്ചിങ്ങനെ. പണ്ടത്തെ കാലത്തൊക്കെ എന്താ വെച്ചാൽ വലിക്കുമ്പോൾ തന്നെ ഒരു മറവ് സ്വീകരിച്ചിരുന്നു. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മാഷെ കണ്ടാൽ പോലും മാറൂല. കാരണം ഒരിക്കറിയാം, മാഷിനത് നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ 1-2 ആളുണ്ടാകുക, അവൻ എവിടെങ്കിലുമൊക്കെ ദൂരെ പോയി, എവിടെങ്കിലുമൊക്കെ പൊന്തേ പോയിട്ടാ വലിക്കുക. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് വേറെ ജ്യൂസ് കട മുമ്പിൽ നിന്നിട്ട് മാഷെ കാണുമ്പോൾ വലിച്ചു ഇത് കൂടെ ഒരു കണ്ണുകൂടി മുക്കൂടെ ഒക്കെ പോകാവുള്ളൂ. അത് അപ്പത്തെ കണ്ടീഷൻ അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, ആ ലഹരിയൊക്കെ അതാണ് തുടക്കം. പിന്നെ അതിന് മാറി വേറെ കുറച്ചുകൂടി കൂടിയ ലഹരിയായി. ഇന്നിപ്പോ കുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക്? ഇന്ന് കുട്ടികളും വലിയവരും എല്ലാവരും അവസ്ഥ എന്താ? ഇന്ന് അടിച്ചിട്ടുണ്ടോന്ന് പോലും അറിയാൻ പറ്റൂല. ഒരു മണവും ഒന്നും ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഒങ്ങനെ നിൽക്കുന്നുണ്ടാവും. കണ്ടാൽ ലൗഹിൽ മഹ്ഫൂദിലേക്ക് നോക്കാന്നാ തോന്നുക. അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒരു നൃത്തം. അങ്ങനെ ഒരു നൃത്താണത്. അതാണ് അന്നത്തെ അവസ്ഥ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തായാലും ഒന്ന് നമുക്കിത് ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള അർഹത ഉണ്ടാക്കണം. നമ്മളിങ്ങനെ വലിക്കുക, എന്നിട്ട് കുട്ടികളോട് പറയാൻ നിങ്ങൾ ഉപയോഗിക്കരുത് തരാം, അതൊരു നേരായ രീതിയല്ല. നമുക്കിതിന് അർഹത ഉണ്ടാകണം, പറയാനുള്ള അർഹത ഉണ്ടാകണം. അവനാന്റെ മക്കളെങ്കിലും തിരുത്താനുള്ള അർഹത നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഇതുമായി ബന്ധപ്പെടില്ലെന്ന് ഉറച്ചാൽ തീരുമാനിക്കുക. ഇനി അതിശക്തമായി അടിമപ്പെട്ടവരുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അതിന് ഡി അഡിക്ഷൻ സെന്ററിലുണ്ട്. ഡോക്ടറെ പോയി കണ്ടാൽ നമുക്ക് മരുന്ന് തരും. നമുക്കൊന്ന് മാറി നിൽക്കാം. ഈ ദുനിയവിയായ ജീവിതവും പരലോക ജീവിതവും നഷ്ടമായിരിക്കും. അതുകൊണ്ട് അത് ഗൗരവമായി പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുഹൃത്തുക്കളിൽ നമ്മൾ ഇതിന്റെ ഒരു പ്രചാരകരായി മാറാൻ പാടില്ല. നമ്മൾ ഇതിന്റെ ഒരു അംശവും പറ്റുന്നവരാകാനും പാടില്ല. നമ്മൾ ഇതിന്റെ ഒരു നിലക്കും ഇതിന്റെ ഒരു മേഖലയും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അത് നിയമത്തെ ഭയന്നിട്ടല്ല, പടച്ചോനെ ഭയന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ നിലക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ വീടുകൾ ആദ്യം ലഹരി മുക്തമാക്കണം. അപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ആരടിക്കുക? അതാണ് നേരത്തെ പറഞ്ഞത്, ലഹരി മുക്താക്കൽ. അതാണ് ഇതിന്റെ പരസ്യം. മൊബൈൽ ഫോൺ കൂടി ഇത് കൂടെ ഒക്കെ കാണാൻ പാപ്പയും ഉമ്മയും മക്കളും കുട്ടികളും വെല്ലിപ്പയും വെല്ലിമൊക്കെ ഇരുന്നിട്ട് അത് ഈ കാണേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, ഇതൊന്നൊക്കെ മാറാൻ നമ്മൾ തയ്യാറാകണം. ലഹരിയുമായൊരു ബന്ധം നമുക്ക് ഉണ്ടായിക്കൂടാ. നമ്മുടെ ഒരു പുതിയ തലമുറ അവര് ബുദ്ധിയും വിവേകവും വിവരവും ചിന്താശേഷിയൊക്കെ ഉള്ള ആളുകളായി വളരട്ടെ. ആ നിലക്ക് ഒരു പുതിയ തലമുറക്ക് ജീവവായു നൽകുന്നവരായി നമ്മൾ മാറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നമ്മെ വരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകൻ കാസർഗോഡുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ അബ്ദുറഹ്മാൻ, അദ്ദേഹം രാവിലെ മരണമടഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കബറടക്കി കഴിഞ്ഞു. 11 മണിക്ക് അദ്ദേഹത്തിന്റെ കബറടക്കി കഴിഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.